ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്നൊരു ഭയങ്കര വിഷമമുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ ഈ വ്ളോഗിൽ വന്നത്. എൻ്റെ ഗോപ്രോ ഹീറോ 9 അങ്ങനെ എനിക്ക് പണി തന്നിരിക്കുകയാണ്. സംഭവം എൻ്റെ ക്യാമറ എന്താ പറയുക കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 1.5 മിനിറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഫ്രെയിം ഭയങ്കര പ്രശ്നമായിട്ട് ഇതിൻ്റെ വീഡിയോ ഫ്രീസ് ആവുകയാണ്. അപ്പം ഏതാണ്ട് എനിക്കൊരു ഒരു ഒരു 2-3 ആഴ്ച ആയി ഈ ഒരു പ്രശ്നം വന്നിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ക്യാമറ വാങ്ങിയിട്ട് ഇപ്പം ഹീറോ 9 ഗോപ്രോ ഹീറോ 9 ആണ് എൻ്റെ ബ്രാൻഡ്. കാണാൻ പറ്റും, ഗോപ്രോ ഹീറോ 9. സോ ഇത് ഞാൻ വാങ്ങിയിട്ടിപ്പം ഈ നവംബർ ആകുമ്പം 2 വർഷം ആവാനായിട്ട് പോവുകയാണ്. സോ എനിക്ക് ഇതിൻ്റെ ശരിക്കും ഗോപ്രോയുടെ ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇതിൽ 1 ഇയർ വാറണ്ടിയാണ് നമുക്ക് ഗോപ്രോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാണ്ട് ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എക്സ്ട്രാ 1 വർഷത്തെ ഇൻ്റർനാഷണൽ വാറണ്ടി കൂടെ നമുക്ക് തരുന്നുണ്ട്. ആ വാറണ്ടി നമുക്ക് തരുന്നത് ഇന്ത്യയിലുള്ളൊരു കമ്പനിയാണ്. അതായത് ഇന്ത്യയിലുള്ള നമ്മുടെ ലക്ഷറി പേഴ്സോണിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി. അവരാണ് ശരിക്കും ഇന്ത്യയിലോട്ട് ഗോപ്രോ സപ്ലൈ ചെയ്യുന്നത്. ഈ ലക്ഷറി പേഴ്സോണിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. ശരിക്കും ഇത് കംപ്ലൈൻറ്റ് ആയ സമയത്ത് ഞാൻ പെട്ടുപോയൊരവസ്ഥയായിരുന്നു. കാരണം ഇതിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സർവീസ് ഇന്ത്യയിലല്ല ലോകത്തെങ്ങും തന്നെ ഗോപ്രോയ്ക്ക് സർവീസ് ഇല്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇതിന് സർവീസേ ഇല്ല. അപ്പോൾ ഞാൻ ഒരുപാട് ക്യാമറ ഷോപ്പുകളിലൊക്കെ വിളിച്ച സമയത്തൊക്കെ അവർ പറഞ്ഞത് ഇതിൻ്റെ സർവീസ് ഒന്നും അവർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗോപ്രോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് ചാറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും നമ്മുടെ സിംഗപ്പൂർ US ഉള്ളൊരു ഗോപ്രോയുടെ ഏജൻ്റാണ് നമ്മളോട് ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഏജൻറ്റ് എന്നോട് ചാറ്റ് ചെയ്തിട്ട് ആൾ പറഞ്ഞു SD കാർഡ് ഫുള്ള് ഫോർമാറ്റ് ചെയ്തിട്ട് ക്യാമറ ഒന്ന് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഫേംവെയർ അപ്ഡേറ്റ് ഞാൻ നടത്തി. ഫേംവെയർ അപ്ഡേറ്റ് നടത്തിയിട്ടും ഇതിൻ്റെ ക്യാമറ ഇഷ്യൂ സോർട്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അത് പിന്നെയും ഇഷ്യൂ ഇങ്ങനെ കണ്ടിന്യൂസ് സ്റ്റില്ലായിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാനായിട്ട് ഞങ്ങൾ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്തൊരു ഏജൻ്റ് ഉണ്ട് ഗോപ്രോയുടെ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക, 2 ഓപ്ഷനാണുള്ളത്. ഞാൻ ചാറ്റിംഗ് ഓപ്ഷനാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗോപ്രോയുടെ രണ്ടാമത്തെ ഏജൻറ്റുമായിട്ട് ചാറ്റ് ചെയ്തപ്പം ആൾ ഞങ്ങളോട് പറഞ്ഞ് ഗോപ്രോ കമ്പനി 1 വർഷത്തെ ഗ്യാരണ്ടി മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് പുതിയ ക്യാമറ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാനാണ് പറഞ്ഞത്. അപ്പോൾ അതോടെ വർക്കൗട്ടായില്ല. അങ്ങനെ ഞാൻ പിന്നെ യൂട്യൂബിൽ പോയിട്ട് കുറേ വീഡിയോസ് കണ്ടപ്പോൾ അതിലൊരു 1-2 പുള്ളിക്കാരാണ് ഇങ്ങനെ ഈ ഇന്ത്യയിൽ ഈ ഗോപ്രോ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ലക്ഷറി പേഴ്സോണിഫൈഡ് എന്ന് പറയും. അവർ ശരിക്കും ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പം അവരാണ് ശരിക്കും നമുക്ക് എക്സ്ട്രാ 1 വർഷത്തെ കൂടി ഇൻ്റർനാഷണൽ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അവർക്ക് മെയിൽ ചെയ്തു. അപ്പോൾ മെയിൽ ചെയ്തപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ തന്നത്. അപ്പോൾ അതിൽ വിളിച്ചു. അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവരൊരു വാട്സപ്പ് നമ്പർ എന്നിട്ട് അതിലൂടെ ക്യാമറയുടെ കുറച്ച് ഫോട്ടോസും പിന്നെ എന്താണ് ഇഷ്യൂ കാണിക്കുന്നതനുസരിച്ചുള്ളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ പ്രോബ്ലം അയച്ചു കൊടുത്ത സമയത്ത് അവർ നമുക്കൊരു ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ ലിങ്ക് കയറിയിട്ട് നമ്മളത് ലോഗിൻ ചെയ്തിട്ട് അവരുടെ ഫോം അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫോമിൽ കയറിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇഷ്യൂ, ക്യാമറ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്സും ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് ആ ലിങ്ക് കയറി നമ്മളിങ്ങനെ ഫോം ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്കൊരു അവരുടെ തന്നെ ലക്ഷറി പേഴ്സോണിഫൈഡ് എന്ന് പറയുന്ന അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഒഫീഷ്യലായിട്ട് നമുക്കൊരു മെയിൽ വരികയും ക്യാമറ പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു മെയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ തന്നെ പിക്കപ്പ് ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരയച്ചു തന്ന ഒരിതാണ്, അതായത് ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളാണ്. ശരി, ഈ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിൽ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ലക്ഷറി പേഴ്സോണിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സോ ഇവരാണ് അത്. വീഡിയോയുടെ അവസാനം ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി ഗോപ്രോ ഇങ്ങനെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് പണി കിട്ടുന്ന ഒരുപാട് പേർക്ക് എൻ്റെ അടുത്ത് ചോദിച്ചൊരു സംശയം കൂടാണ്. ഗോപ്രോ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ വാറൻറ്റി ക്ലെയിം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരിങ്ങനെ സെയിൽ ചെയ്തൊക്കെ എനിക്കറിയാം. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ നമുക്കുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ട് ശരിക്കും ഇതിൻ്റെ പിക്കപ്പ് ഡേറ്റ് എന്ന് പറഞ്ഞ് ഇന്നാണ് വരുന്നത്. അപ്പം സോ ഇത് നമ്മുടെ ഗോപ്രോ വാങ്ങിയ സമയത്ത് കിട്ടിയ ആ ഒരു ബോക്സാണ്. ശരിക്കും ഈ ഒരു ക്യാമറ, ഇതിൻ്റെ ബാറ്ററി, ബാക്കി ഒരു ആക്സസറീസും വെക്കരുത്. ശരിക്കും ഈ ക്യാമറയും ഇതിനകത്തുള്ള ബാറ്ററി, SD കാർഡൊന്നും ഇട്ടേക്കരുത്. ഈ ബാറ്ററി മാത്രം വെച്ചിട്ട് ഇന്ന് ഈ ബോക്സിൽ വെച്ചിട്ട് അവർക്ക് പിന്നെ അതിൻ്റെ പുറത്ത് ഇവരയച്ചു തന്ന ഇവരയച്ചു തന്നാണ് ഇവരുടെ തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബോക്സിലാക്കി പൊതിഞ്ഞിട്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ അവരുടെ ഏജൻറ്റ് വരും. അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ അങ്ങനെ ക്യാമറ പാക്ക് ചെയ്യാനായിട്ട് പോവാണ്. ക്യാമറ പാക്ക് ചെയ്ത് പോയിട്ട് ഇനി അത് എത്ര നാൾ തിരിച്ചെത്തും, എൻ്റെ അറിവിൽ ഞാൻ കണ്ട വീഡിയോയിലൊക്കെ അല്ലെങ്കിൽ അവർ പറഞ്ഞൊരിത് വെച്ചിട്ടും ഇതിന് റിപ്പയറിങ് എങ്ങുമില്ല. കാരണം ഗോപ്രോ റിപ്പയറിങ് ഭയങ്കര വളരെ എക്സ്പെൻസാണ്. അതുകൊണ്ട് തന്നെ റിപ്പയറിങ് ഒരു സ്ഥലത്തും ഇല്ല. റീപ്ലേസ്മെൻ്റ് ആണ് അവർ പറയുന്നത്. സോ ഈ ക്യാമറ ഇപ്പം എൻ്റെ ഹീറോ 9 ആണുള്ളത്. സോ ഇത് പോയിട്ട് അടുത്ത ക്യാമറ റീപ്ലേസ് ചെയ്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ ഹീറോ 9 തന്നെ കിട്ടും, അല്ലെങ്കിൽ
ഹീറോ 10 അല്ലെങ്കിൽ കൂടിയ വേർഷൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം 9 എനിക്ക് തോന്നുന്നു ഇപ്പം അവർ ഗോപ്രോ ഇപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ചിലപ്പം ഇതായിരിക്കും, അല്ലെങ്കിൽ 10. അത് നമുക്ക് അടുത്ത വീഡിയോയിലേ പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇത് ഞാൻ നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് അവിടെ ഏജൻറ്റിനെ ആൾ പിക്ക് ചെയ്യാൻ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം ആൾക്ക് കൊടുത്തിട്ട് ബാക്കി ഇനി ഇത് അവിടെ ഡൽഹിയിൽ പോയിട്ട് അവരെങ്ങനെയാണ് ഇതിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വെയിറ്റിംഗ് ആണ്. സോ അത് വന്നാൽ മാത്രമേ എനിക്ക് അപ്ഡേറ്റ് ചെയ്തുള്ളൂ. സോ പുതിയ ക്യാമറ വരികയാണെങ്കിലുള്ളൊരു വീഡിയോ അടുത്ത് തന്നെ ചെയ്തിട്ട് എങ്ങനെയായാലും ഇതിൻ്റെ അപ്ഡേഷൻ എന്താണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നത്. എന്തായാലും ഇത് നല്ല വൃത്തിക്ക് പൊതിഞ്ഞിട്ട് ഞാനിത് പാക്ക് ചെയ്യാനായിട്ട് പോകണം. ഒരുപാട് എന്താ പറയുക, എൻ്റെ ഒരുപാട് യാത്രകളിൽ എൻ്റെ കൂടെ വന്നൊരു കൂട്ടുകാരനെ പോലെയാണ് ഈ ക്യാമറ. എനിക്ക് ക്യാമറ ഭയങ്കര വികാരമാണ് എൻ്റെ ശരിക്കും മിസ് ചെയ്യുന്നതിൽ ഭയങ്കര ഒരു വിഷമമുണ്ട്. ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഒരുപാട് ഞാൻ പോയിട്ടുള്ള യാത്രകൾ പകർത്തി എനിക്ക് തന്ന മനോഹരമാക്കിയ ഒരു ക്യാമറയാണ്. സോ കൊടുക്കാൻ ഒരു ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. സോ ഞാനിത് അങ്ങനെ പാക്ക് ചെയ്ത് അയക്കാനായിട്ട് പോവുകയാണ്. താങ്ക് യു സോ മച്ച് ഡാ. അങ്ങനെ നമ്മുടെ ഗോപ്രോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് പാക്ക് ചെയ്തതാ. ഇവിടെ അഡ്രസ്സൊക്കെ ഇത് ഇവർ അയച്ചു തന്ന അഡ്രസ്സാണ്. സോ ഇതാ അഡ്രസ്സൊക്കെ വെച്ചിട്ട് താഴെ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ നല്ല ഭദ്രമായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പിക്കപ്പ് ചെയ്യാനായിട്ട് ആൾ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതെന്തായാലും ഇനി ഇവിടെ നിന്ന് അയച്ചിട്ട് ഇത് ഡൽഹി പോയിട്ട് അവിടെ നിന്നാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവർ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള മെയിൽ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിനി ഡൽഹി പോയിട്ട് തിരിച്ച് നമ്മുടെ പുതിയ ക്യാമറ തിരിച്ച് വരണം. സോ അതിലുള്ളൊരു വെയിറ്റ് ചെയ്യണം. എന്തായാലും എത്ര ആഴ്ചത്തെ ടൈം എടുക്കും എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും അത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ക്യാമറ അടുത്തിനി കൈ കിട്ടിയിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം എന്തായാലും. സോ ഇതെന്തായാലും ഇനിയിപ്പം പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമസ്കാരം. അങ്ങനെ എൻ്റെ ഗോപ്രോ ഹീറോ 9 കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗോപ്രോ ഹീറോ 9 അടിച്ചു പോയിട്ട് അത് തിരിച്ച് ഞാൻ ഡൽഹിക്ക് അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് അവരെനിക്കിത് ഗോപ്രോ ഹീറോ 10 പുതിയ ഗോപ്രോ ഹീറോ 10 എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ സ്പീഡ് പോസ്റ്റിലാണ് എനിക്കിത് അയച്ചു തന്നിട്ടുള്ളത്. ഇതിൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ടേ ഉള്ളൂ ജസ്റ്റ്. സോ എന്താ പറയുക, ഇത് നല്ല രീതിക്ക് തന്നെ ഇത് പാക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ പാക്ക് ചെയ്തിട്ടാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഉള്ളത് അവിടെ നിന്ന് മെയിൽ ചെയ്തിട്ട് ഇവർ അറിയിച്ചിരുന്നത് ഇത് ഗോപ്രോ ഹീറോ 10 ആണ്. ഞാൻ 9 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗോപ്രോ ഹീറോ 9 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് ഇപ്പോൾ ഇല്ല. കമ്പനി മാനുഫാക്ചറിങ് ഇപ്പോൾ ഇല്ലെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. സോ ഇത് ഗോപ്രോ ഹീറോ 10 ആണ്. സോ നമുക്കിത് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമുക്ക് എന്തായാലും ഇത് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അങ്ങനെ ഞാനിത് നമ്മുടെ ആദ്യത്തെ ഒരു കേസ് നമ്മുടെ ആദ്യത്തെ ഒരു കേസ് ക്ലോത്തിലൊരു കേസ് പൊട്ടിച്ചിട്ട് അകത്ത് വീണ്ടും കേസുണ്ട്. സോ ഇത് ബില്ലാണ് കേട്ടോ. ഇതാണ് ഇവരുടെ അഡ്രസ്സ്. ലക്ഷറി പേഴ്സോണിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനിയാണ് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്തിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മുമ്പത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഡൽഹിയിലാണ് ഇവരുടെ, അതായത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് 2 വർഷത്തെ എക്സ്ട്രാ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരാണ്. സോ നമ്മുടെ ക്യാമറയുടെ ഒരു ബില്ലും കാര്യങ്ങളാണ് ഇത്. ഇപ്പോഴത്തെ ഒരു ഗോപ്രോ 10ൻ്റെ വില അവർ അടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 27,000 രൂപയോളമാണ് അതിൻ്റെ ഒരു വാല്യൂ കാര്യങ്ങളൊക്കെ ഇപ്പം കറൻ്റ്ലി വരുന്നത്. ഞാൻ ഗോപ്രോ 9 വാങ്ങിയത് 34,000 2 വർഷം മുമ്പാണ് വാങ്ങിയത്. ഇപ്പം പക്ഷേ ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഗോപ്രോ ഹീറോ 10ന് ഏതാണ്ട് ഒരു 19,000 രൂപയോളം വില ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 27,000 രൂപയോളാണ്. സോ ഇത് അവരുടെ ബില്ലാണ് ഈ വെച്ചിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഇതും കൂടെ പൊട്ടിച്ചിട്ട് നമുക്ക് ആ ക്യാമറ പുറത്തെടുക്കുക. നമ്മളിതാ കവറൊക്കെ പൊട്ടിച്ചിട്ട് ഗോപ്രോ ഹീറോ 10 പുറത്തെടുത്തിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കവറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോപ്രോ ഹീറോ 10ൻ്റെ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹൈപ്പർ സ്മൂത്ത് 4.0 ആണ് വരുന്നത്. എൻ്റെ ഗോപ്രോ ഹീറോ 9ൽ ഹൈപ്പർ സ്മൂത്ത് ഏതാണ്ട് 4.3 ആയിരുന്നു വന്നിട്ടുള്ളത്. അത് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് വേർഷനാണ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 24 മാസത്തെ 24 മന്ത്സിൻ്റെ വാറണ്ടി അവർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവരുടെ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവരുടെ ലക്ഷറി പേഴ്സോണിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി ഡൽഹിയിലുള്ളതാണ്. സോ അവരാണ് നമുക്ക് എക്സ്ട്രാ 2 വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഗോപ്രോ കമ്പനി 1 വർഷത്തെ വാറണ്ടി മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇത് 2 വർഷത്തെ എക്സ്ട്രാ വാറണ്ടി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഇതിൻ്റെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 54,500 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ബില്ലിൽ ഏതാണ്ട് 27,000 രൂപ കൊടുത്തിട്ടുള്ളൂ. എന്താ പറയുക, ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഗോപ്രോ 10 ഇറങ്ങിയിട്ട് അതുകൊണ്ട് 2-2.5 വർഷത്തോളം ആവും. സോ അതിൻ്റെ ഒരു വാല്യൂ വ്യത്യാസമുണ്ട്. എന്നാലും ഗോപ്രോ 9 ആയിരുന്നു ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കമ്പനി എനിക്ക് ഗോപ്രോ 10 അയച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമുക്കിത് ഒന്ന് പൊട്ടിച്ച് നോക്കാം. എന്താണ് ഇതിൻ്റെ അകത്തുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹീറോ 10ൻ്റെ ഒരു പാക്കറ്റ് ഇളക്കി വരുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഇത് അടിപൊളി എന്താ പറയുക, നല്ലൊരു കേസിലിട്ടിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു കേസിലിട്ടിട്ടാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്പൺ ആക്കി നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. നമ്മൾ ആദ്യം തുറക്കുമ്പോൾ ഗോപ്രോയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. സബ്സ്ക്രിപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗോപ്രോയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതിലൊരു QR കോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ
പിന്നെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അത് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് അവിടെ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു മാനുവൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഗോപ്രോയുടെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗോപ്രോയുടെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങൾ, പിന്നെ ഹെൽമെറ്റ് വയ്ക്കുന്നതിൻ്റെ ആ ഒരു മൗണ്ടിങ്ങിൻ്റെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് 9 വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ. നല്ല ഹെൽമെറ്റിൽ നമുക്ക് വണ്ടിയിലും ഒക്കെ വയ്ക്കാൻ പറ്റുന്നൊരു ഹെൽമെറ്റ് ഇത് സ്റ്റിക്കേഴ്സാണ്. സോ അതിന് അവിടെ ഒരു മാനുവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു മാനുവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയാണ് നമുക്ക് നമ്മുടെ ക്യാമറ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാമറ നമുക്ക് അവിടെ കാണാൻ പറ്റും, ഗോപ്രോ. ഇനി ഇതിൻ്റെ ചാർജിങ് വയേഴ്സും കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ബാറ്ററിയാണ്, ഗോപ്രോയുടെ ബാറ്ററിയാണ് ഇതായി കാണുന്ന ഗോപ്രോയുടെ ബാറ്ററി. പിന്നെ ഇത് നമ്മുടെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്ന ആ ഒരു മൗണ്ടിങ് ആണ്, ഹെൽമെറ്റിൽ വയ്ക്കുന്ന മൗണ്ടിങ്സ്. അത് 2 മൗണ്ടിങ്സ്. പിന്നെ അതിൻ്റെ ഒരു സ്ക്രൂ, നമുക്കിവിടെ ഒരു സ്ക്രൂ കാര്യം കാണാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ പുറത്തെടുക്കാം. ഗോപ്രോ ഹീറോ 10 നമുക്ക് അങ്ങനെ പുറത്തോട്ട് എടുക്കാം. നമുക്കങ്ങനെ ഹീറോ 10 നമുക്ക് പുറത്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ഹീറോ 10 നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഹീറോ 10 നമ്മളോട് പുറത്തെടുക്കുക. നമുക്കിവിടെ ഒരു എന്താ പറയുക, ഒരു ബ്ലൂ ലെറ്റേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഗോപ്രോ ഹീറോ 9 അതൊരു വൈറ്റ് ആയിട്ടുള്ളൊരു കളറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലൂടെ നമുക്കൊരു 10 ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചേഴ്സിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാമറ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിവിടെ ഒരു ഗോപ്രോ എന്നുള്ള ബ്രാൻഡിങ് ഒരു ബ്ലൂ ലെറ്റേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു 10 ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂ ലെറ്റേഴ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഗോപ്രോ ഹീറോ 9 ഇവിടെ ബ്ലൂവിന് പകരം വന്നിട്ടുണ്ടായിരുന്ന ഒരു വൈറ്റ് ആയിരുന്നു. ഇതിലൊരു എന്താ പറയുക, ഒരു വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. സോ നമുക്കിവിടെ ആ ഒരു ഗ്രാൻഡ്. സോ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളൊരു മെറ്റീരിയൽസ്. നമ്മൾ കണ്ട സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളതെന്ന് പറയുന്നത്. ബേസിക്കായിട്ടുള്ള ആക്സസറീസ് ഒക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ ഒട്ടിക്കുന്ന കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഗോപ്രോ 9 വാങ്ങിയ സമയത്ത് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഗോപ്രോ കംപ്ലൈൻ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനും എൻ്റെ ക്യാമറ കംപ്ലൈൻ്റ് ആയ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ്. സോ അങ്ങനെ വരുന്ന ആൾക്കാർക്കുള്ളൊരു ഹെൽപ്പിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗോപ്രോയുടെ സൈറ്റിൽ കയറിയിട്ട് ഗോപ്രോ ഏജൻറ്റുമായിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിലാണ് നിങ്ങൾക്ക് ഇത് പ്രശ്നം പറ്റിയിട്ടുള്ളത്. ഗോപ്രോ കമ്പനി തന്നെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് എന്താ പറയുക, 1 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഗോപ്രോ ഈ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ 2 വർഷം നമുക്ക് എക്സ്ട്രാ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള ലക്ഷറി പേഴ്സോണിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. അവരാണ് ശരിക്കും ഇന്ത്യയിലോട്ട് ഗോപ്രോ ക്യാമറ എക്സ്പോർട്ട് ചെയ്യുന്നത്. അവരാണ് ശരിക്കും ഈ 2 വർഷത്തെ ഇന്റർനാഷണൽ എക്സ്ട്രാ വാറണ്ടി നമുക്ക് ക്ലെയിം ചെയ്യുന്നത്. സോ ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് പോയിട്ടാണെങ്കിൽ ശരി, ഗോപ്രോ ലക്ഷറി പേഴ്സോണിഫൈഡ് എന്ന് പറഞ്ഞാൽ അവരുടെ സൈറ്റിൽ പോയിട്ട് അവരുമായിട്ട് ചാറ്റ് കഴിയുമ്പോൾ അവരുടെ നമ്പരും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ അവർക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് കുറച്ച് ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസ് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ അവരുടെ ഏജൻറ്റ് എന്നെ ബന്ധപ്പെടുക, അവർ പിന്നെ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊന്ന് ക്യാമറ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് എനിക്ക് ചേഞ്ച് വന്നില്ല. വരാത്ത സമയത്ത് ഞാൻ അവരോട് പറയാം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ അഡ്രസ്സിലോട്ട് ക്യാമറയും ബാറ്ററിയും മാത്രം, വേറെ ഒരു ആക്സസറീസും വെക്കാണ്ട് ക്യാമറയും ബാറ്ററി മാത്രം നല്ല സേഫായിട്ട് പാക്ക് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതാണ്ടൊരു 2 സ്പീഡ് പോസ്റ്റ് തന്നെയാണ്. ഈ അയക്കുന്നതിനൊരു കോസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഏതാണ്ടൊരു അപ്രോക്സിമേറ്റ്ലി ഞാൻ അറിഞ്ഞത് ഏതാണ്ടൊരു 6000-5000 ഒരു കോസ്റ്റ് വരുന്നുണ്ട് ഇതിൽ. കാരണം നമ്മുടെ DHL വഴിയാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്. അത്രയും കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ കോസ്റ്റ് എല്ലാം തന്നെ ഈ കമ്പനി തന്നെ വഹിക്കുന്നതായിരിക്കും. നമ്മൾ ഒരു പൈസയും ചിലവാക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മളൊരു 2-3 സ്പീഡ് പോസ്റ്റിലാണ് ആയിരിക്കും എത്തുന്നത്. 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് അവരുടെ ഡൽഹിയിലേക്ക് എത്തി അവരത് കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മളെ വാറണ്ടി ക്ലെയിം ആണെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള റീസൺ കൊണ്ടാണ് ക്യാമറയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവർ ക്യാമറ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. സോ അങ്ങനെ ഹീറോ 9 എനിക്ക് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഹീറോ 10 കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, ബ്രാൻഡ് ക്യാമറയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടത്. ഏതാണ്ട് ഒരുപാട് കാലതാമസങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഏതാണ്ടൊരു 2-3 ദിവസത്തിൽ, 3 ഏതാണ്ടൊരു 3-4 ദിവസത്തിൽ എനിക്ക് ക്യാമറ ഇവിടെ നാട്ടിലെത്തി. എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പം കൊച്ചിയിലെത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് വരികയായിരുന്നു. 2-3-4 ദിവസം കൊണ്ട് തന്നെ ക്യാമറ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. ഗോപ്രോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടത്. ഗോപ്രോ ക്യാമറയ്ക്ക് പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഗോപ്രോ ക്യാമറ വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗോപ്രോ ഹീറോ 10 ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.
ഈ വീഡിയോ എന്തായാലും ഒരുപാട് പേർക്ക് ഗോപ്രോ ക്യാമറ ഉള്ള ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. കാരണം യൂട്യൂബിലും അങ്ങനെ കുറച്ച് വീഡിയോസേ ഉള്ളൂ ഇങ്ങനെ വാറണ്ടി എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക എന്നുള്ളതിൻ്റെ മലയാളം വീഡിയോസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തതും. സോ ഗോപ്രോ ക്യാമറ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറ ഇഷ്യൂസ് വന്നിട്ട് വാറണ്ടി എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന ആൾക്കാരിലോട്ട് ഇതൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു വിശദമായിട്ടുള്ള കാര്യങ്ങളായിട്ട് കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ഇറ്റ്സ് മീ രാജേഷ് രാജൻ സൈനിങ് ഓഫ്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ എല്ലാവരോടും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.